ഹായ്, ഒടുവിൽ നമുക്കൊരു കസ്റ്റമർ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഒരു കസ്റ്റമർ നമ്മൾക്കിപ്പോൾ എത്ര എമൗണ്ട് അടക്കാനുണ്ട്, എത്ര ഡ്യൂ ഉണ്ട് ഒരു കസ്റ്റമറിൽ നിന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ്ങിൽ പോവാം, കസ്റ്റമർ പോവാം, ഇൻവോയ്സസ് എടുക്കും. ഓക്കെ, ഇവിടെ എല്ലാ കസ്റ്റമറും കാണിക്കുന്നുണ്ട്. നമുക്കൊരു പ്രത്യേക കസ്റ്റമർക്ക് മാത്രമാണെങ്കിൽ മോസ്റ്റ് ട്രാക്ക് എന്നാണ് എന്ന് അടിച്ചു കൊടുത്താൽ ഫിൽറ്റർ ചെയ്തിട്ട് മോസ്റ്റ് ട്രാക്ക് മാത്രം അതിലിടും. ഇതിൽ 54 ദിവസത്തിൻ്റെ ഉള്ളിൽ ഡ്യൂ ആകുന്നതും എല്ലാം കാണിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാം കാണിക്കുന്നുണ്ട്. ടോട്ടൽ 132,000 ആണ് ഈ കസ്റ്റമർക്കുള്ളത്. പിന്നെ നമ്മൾക്കിപ്പം ഓവർ ഡ്യൂ ആയത് മാത്രം, അതായത് ഇത് രണ്ടെണ്ണം മാത്രമേ ഫിൽറ്റർ ഉള്ളൂ. ഒരുപാടെണ്ണം ഉണ്ടെങ്കിൽ ഓവർ ഡ്യൂ ആയത് മാത്രം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് ഓവർ ഡ്യൂ കൊടുത്താൽ മതി. ഇപ്പം ഓവർ ഡ്യൂ ആയത് മാത്രമേ ഉള്ളൂ. 1,103K ഇത്രയാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഒരു വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് നോക്കിയിട്ട് ഫോണിലൂടെ പറയണമെന്നുണ്ടെങ്കിൽ വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് മെത്തേഡ്. ഇനി നമുക്കൊരു കസ്റ്റമർ സ്റ്റേറ്റ്മെൻറ്റ് അയച്ചു കൊടുക്കണം, ഇമെയിൽ അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ്ങിൽ തന്നെ കസ്റ്റമറിൽ പോവാം, ഫോളോ അപ്പ് റിപ്പോർട്ട്സ് എടുക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ കസ്റ്റമർ റിപ്പോർട്ടിൽ മോസ്റ്റ് ട്രാക്ക് എന്നുകൊണ്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഓവർ ഡ്യൂ മാത്രം എടുത്തത് ടോട്ടൽ കാണിച്ചാൽ ഇങ്ങനെ വരും. നമ്മളിപ്പോൾ ഓവർ ഡ്യൂ ഉള്ള ഇൻവോയ്സസ് മാത്രം നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മോസ്റ്റ് ട്രാക്ക് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ മൊത്തം അവരുടെ ഇൻവോയ്സ് കാണിക്കുന്നുണ്ട്. അതിൽ ഓവർ ഡ്യൂ ആയ ഡേറ്റ് കാണിക്കുന്നുണ്ട്, എല്ലാം കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഓട്ടോമാറ്റിക്കുണ്ട് മാനുവൽ, നമ്മൾ മാനുവൽ കൊടുക്കുന്നു. നമുക്കിപ്പോൾ പെട്ടെന്ന് ടോട്ടൽ ഡ്യൂ 132 ഉണ്ട്, പക്ഷേ ഓവർ ഡ്യൂ 103 ആണ്. നമുക്ക് ഇവിടെ മാനുവൽ ക്ലിക്ക് ചെയ്ത് ഫോളോ അപ്പ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇമെയിൽ SMS ഒരുപാട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ പ്രിന്റ് മാത്രമേ വേണ്ടൂ, പ്രിന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഈ ഫോർമാറ്റ് നമുക്ക് സെറ്റിംഗ്സിൽ മാറ്റേണ്ടതാണ്, നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. പ്രിന്റ് ക്ലിക്ക്, ഇവിടെ ഡൗൺലോഡ് ആയി വന്നിട്ടുണ്ട് ഫോളോ അപ്പ് റിപ്പോർട്ട്സ്. ഈ മാറ്റർ ഇതിൽ എഴുതി കാണിക്കുന്ന മാറ്റർ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇതിപ്പം ഒരു ഡീഫോൾട്ട് ആയിട്ടുള്ള മാറ്ററാണ്. ഇപ്പം നമ്മൾ മാറ്റർ നമ്മൾക്ക് കസ്റ്റമർക്ക് അയക്കേണ്ട ഇമെയിലിൻ്റെ മാറ്റർ എടുത്ത് കൊടുക്കാം. ഇവിടെ ഇൻവോയ്സ് റെഫറൻസ് ഉണ്ട്, ഡ്യൂ ഡേറ്റ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ റെഫറൻസ്, അതായത് ഇൻവോയ്സ് നമ്പർ തന്നെയാണ്. എന്തെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ ടോട്ടൽ എമൗണ്ട് 132 ആണ്, ടോട്ടൽ ഓവർ ഡ്യൂ 103 ആണ്. ഇതുപോലെ കസ്റ്റമർ ഇവിടെ നമ്മുടെ കമ്പനീൻ്റെ പേര് നമ്മൾ കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഇതൊന്നും മോഡിഫിക്കേഷൻ എടുത്ത് കസ്റ്റമൈസേഷൻ ചെയ്യാതെ റിപ്പോർട്ട് എടുത്തതാണ്. ഇപ്പം നമ്മൾക്ക് നമ്മുടെ കമ്പനിയുടെ അഡ്രസ്സ്, ലോഗോ, ഏത് കമ്പനിയാണ്, കസ്റ്റമറുടെ പേര്, അഡ്രസ്സ്, ഡേറ്റ്, മറ്റുള്ള ഡീറ്റെയിൽസ്, ഇത് നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ആയിട്ട് ഒറ്റയടിക്ക് നമുക്ക് PDF ആയിട്ട് കിട്ടും. ഇനി ഇമെയിൽ ഉണ്ടെങ്കിൽ കസ്റ്റമർ ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇമെയിൽ പോകും. കസ്റ്റമർ മൊബൈൽ നമ്പർ SMS പാക്കേജ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ SMS പോകും. അതായത് നമുക്കിവിടെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇമെയിലേക്ക് ഫോളോ അപ്പ് പോകും. SMS ഉണ്ടെങ്കിൽ SMS പോകും. ബൈ പോസ്റ്റ് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി തന്നെയാണ്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് കസ്റ്റമർ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും, മറ്റൊരു കസ്റ്റമൈസേഷനും ഇല്ലാതെ. ഓക്കെ, താങ്ക് യു.